ഇനിയും പണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം. മരണം മാറും നവാഴും ജീവനിൽ തങ്ങളുടെ ഇനിയും പണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം. മരണം മാറും നവാഴും ജീവനിൽ തങ്ങളുടെ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർ പിന്തുടേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർ പിന്തുടേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 44-ാം സങ്കീർത്തനം 13-ാം വാക്യം. നീ ഞങ്ങളെ അയൽക്കാർക്ക് അപമാന വിഷയമായും ചുറ്റുമുള്ളവർക്ക് നിന്നെയും പരിഹാസവുമാക്കുന്നു. ദൈവവൈതലായി ജീവിക്കുമ്പോൾ എപ്പോഴും അംഗീകാരം ലഭിക്കണമെന്നില്ല. നീതിയുടെ വഴിയിൽ നടക്കുമ്പോൾ ലോകം നമ്മെ നിന്ദിക്കാം. വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ പരിഹസിക്കപ്പെടാം. ഇതെല്ലാം നാം അനുഭവിക്കേണ്ടി വരുന്നത് ദൈവിക വഴികളിൽ നടക്കുന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ്. എന്നാൽ ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിൽ നമ്മുടെ വേദനകളുമായി ദൈവസന്നിധിയിൽ നമുക്കെത്താം. നമ്മെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, അപമാനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ ഇവയെല്ലാമായി ദൈവസന്നിധിയിൽ നാം എത്തുമ്പോൾ മനുഷ്യൻ നിരസിച്ചാലും ദൈവം ഇതെല്ലാം ശ്രദ്ധിക്കുന്നവനാണ്. ദൈവം മൗനം പാലിക്കുന്നതായി തോന്നിയാലും അവൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. പ്രിയ സ്നേഹിതരെ, ഇന്ന് നാം നിന്ദിക്കപ്പെടുന്നവരാണോ? വിശ്വാസ ജീവിതം മൂലം ഒറ്റപ്പെട്ടു പോകുന്നവരാണോ? എങ്കിൽ ഓർക്കുക, ദൈവം നമ്മെ കാണുന്നുണ്ട്. അവൻ നമ്മെ കേൾക്കുന്നു. അവൻ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ ഉയർത്തും. മനുഷ്യൻ നിന്ദിച്ചാലും ദൈവം മാനിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവകരങ്ങളിൽ ഈ നാളുകൾ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, മറ്റുള്ളവർ മുൻപിൽ ഞാൻ നിന്ദാപാത്രമായി തീർന്നാലും എന്നെ മാനിക്കുന്ന നിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനായിരിക്കുമെന്നുള്ള ബോധ്യതയോടെ ജീവിപ്പാൻ എന്നെ ഇടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.